മുൻ വർഷങ്ങളിൽ കാര്യമായ പരിഗണന ലഭിച്ചില്ലെങ്കിലും വീണ്ടും കേന്ദ്ര ബജറ്റിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ് കേരളത്തിലെ റബ്ബർ കർഷകർ. വിലസ്ഥിരതയും സബ്സിഡിയും ആവശ്യപ്പെടുന്ന കർഷകർ ഇറക്കുമതി നിയന്ത്രിക്കാനുള്ള നടപടികളും കേന്ദ്രത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. റബ്ബറിന്റെ പ്രധാന ഉൽപാദന മേഖലയായ കേരളത്തിലെ കർഷകർ കഴിഞ്ഞ കുറേ നാളുകളായി വറുതിയിലൂടെയാണ് കടന്നു പോകുന്നത്. വിലസ്ഥിരതയില്ലാത്തതും വർദ്ധിച്ചു വരുന്ന ഉൽപാദന ചെലവുമാണ് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നത്. എന്നാൽ കഴിഞ്ഞ കേന്ദ്ര ബജറ്റിലടക്കം യാതൊരു പരിഗണനയും ഇവർക്ക് ലഭിച്ചില്ല. സബ്സിഡികൾ പോലും കുറഞ്ഞതോടെ പലരും കൃഷി ഉപേക്ഷിച്ചു. ഇത്തവണയെങ്കിലും കേന്ദ്ര സർക്കാർ കണ്ണു തുറക്കുമോ എന്നാണ് ഇവർ ചോദിക്കുന്നത്. റെയിൻ ഗാർഡിങ്ങിൻ്റെ സബ്സിഡി വളരെ കുറവാണ് കേന്ദ്ര സർക്കാർ തരുന്നത്. കഴിഞ്ഞ കൊല്ലം കൊടുത്ത അപേക്ഷ പോലും ഇപ്പം ഇത്ര നാളായിട്ട് പോലും പാസ്സാക്കി കിട്ടിയിട്ടില്ല. അതിന് റബ്ബർ ബോർഡുകാർ പറയുന്ന കാരണം ഒന്ന്, അവരുടെ ജോലിക്കാരുടെ എണ്ണം വളരെ കുറവാണ്. അതുകൊണ്ട് അവർക്കതെല്ലാം ഫോർവേഡ് ചെയ്ത് പുട്ടപ്പ് ചെയ്ത് പാസ്സാക്കി വിടാൻ താമസം വരുന്നുണ്ട്. അതുകൊണ്ട് പൈസ കിട്ടുന്നില്ല. പിന്നെ വില കയറി ഇറങ്ങി നിൽക്കുന്നു. ഒരു സ്ഥിരമായ ഒരു വില കിട്ടിയാൽ മാത്രമേ റബ്ബർ കർഷകരെ സംബന്ധിച്ച് ഇത് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. കഴിഞ്ഞ ബജറ്റിൽ റബ്ബർ ബോർഡിന്റെ പ്രവർത്തനങ്ങൾക്ക് മാത്രമാണ് തുക വകയിരുത്തിയത്. ഇത് കർഷകരിലേക്ക് എത്തിയില്ലെന്നാണ് ഇവർ പറയുന്നത്. ഇറക്കുമതി നിയന്ത്രിക്കാനുള്ള നടപടികളടക്കം സ്വീകരിച്ച് റബ്ബർ മേഖലയെ താങ്ങി നിർത്താനുള്ള പ്രഖ്യാപനങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. റബ്ബർ മേഖലയിലെ ഇപ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധി കോമ്പൗണ്ട് റബ്ബറിന്റെ ഇറക്കുമതിയാണ്. ഇവിടുത്തെ ടയർ കമ്പനികൾ ഈ പറയുന്ന റബ്ബറിന്റെ കണ്ടന്റ് വലിയ തോതിൽ വർദ്ധിപ്പിച്ചുകൊണ്ട് ടയർ നിർമ്മാണത്തിന് അനുയോജ്യമായ തരത്തിൽ വലിയ തോതിൽ കോമ്പൗണ്ട് റബ്ബർ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുകയാണ്. ഈ ബഡ്ജറ്റിൽ ഇതിന്റെ ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ ഒരു നടപടി കേന്ദ്ര സർക്കാർ എടുക്കും എന്നുള്ള ഒരു വലിയ പ്രതീക്ഷയുണ്ട്. റബ്ബർ ആക്ട് അടക്കമുള്ള വിഷയങ്ങളിലും കേന്ദ്ര സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നും കർഷകർ ഉറ്റുനോക്കുന്നുണ്ട്. വർഷാവർഷങ്ങളിൽ വരുന്ന ബജറ്റിനു മുൻപേ തന്നെ കർഷകർ അവരുടെ ആശങ്കകൾ സർക്കാരിന് മുന്നിൽ വയ്ക്കാറുണ്ട്. പക്ഷേ യാതൊരു പരിഗണനയും ഇന്നേ വരെ ലഭിച്ചിട്ടില്ല. ആശങ്കകൾ നിലനിൽക്കുമ്പോഴും ഈ ബജറ്റിനെയും കർഷകർ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. കോട്ടയത്ത് നിന്ന് അദീഷിനൊപ്പം ടോബി ജോൺസൺ, 24.